ഈ കേരള ചരിത്രത്തിൽ ഇതേപോലെ ഒരു MLA ഈ പാലക്കാട് നിന്നല്ല ഏത് ഇന്ത്യയിൽ എവിടെയും ഉണ്ടാവില്ല. ഇത്തരം ക്രിമിനൽ ആയിട്ടുള്ളവരെ തീർച്ചയായും കൽത്തുറുങ്കിൽ അടയ്ക്കണം. നിരവധി പെൺകുട്ടികളെ വിവാഹ വാഗ്ദാനങ്ങൾ നൽകി നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലം അവരനുഭവിച്ചേ പറ്റൂ. ഒരു കാരണവശാലും അയാളെ പുറത്തുവിടാൻ പാടില്ല. ഇത്തരം MLA ചുമക്കുന്ന ഇതുവരെ ഈ എത്ര സ്ത്രീകളെ നശിപ്പിച്ചിട്ടുണ്ടോ അതിനെല്ലാം ഉത്തരവാദി ഈ കോൺഗ്രസ്സാണ്. അതിന് ചുക്കാൻ പിടിക്കുന്ന നിരവധി പേര് ഇതിൻ്റെ പുറകിലുണ്ട്. ഇതൊരു നല്ലൊരു അന്വേഷിച്ചാൽ മാത്രമേ ഇതിൽ ആരൊക്കെ ഇതിൻ്റെ പുറകിലുണ്ട്. ഇത് എത്ര വർഷമായി ഇതിൻ്റെ പരാതികളെല്ലാം കോൺഗ്രസിലേക്ക് ലഭിക്കുന്നു. പക്ഷേ എന്നിട്ടും അവർ പരാതികൾ എടുക്കാത്തത് കൊണ്ടാണ് ഇത്രയും സ്ത്രീകൾക്ക് ഈ രീതിയിലുള്ള അനുഭവം ഉണ്ടാകേണ്ടി വന്നത്. അത് തീർച്ചയായിട്ടും നമ്മുടെ കേരള സമൂഹത്തിൽ ഇത്തരം ക്രിമിനലായിട്ടുള്ള ഒരാളെ വെച്ചു പൊറുപ്പിക്കരുത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പക്ഷേ ഈ ഷാഫി പറമ്പിൽ ഇപ്പോഴും ഒരു അക്ഷരം പോലും പറയുന്നില്ലല്ലോ. ഷാഫി പറമ്പിൽ പറയാത്ത കൂട്ടുകാരനായതുകൊണ്ട് ചിലപ്പോൾ പങ്കാളിയാണോന്ന് അറിയില്ല. എന്തായാലും പുറത്തു പറഞ്ഞ പേടിയാണ്. അതെ സത്യമായിട്ടും അത് തന്നെയാണ് കാഴ്ചപ്പാട്. നമുക്ക് പൊതു കാഴ്ചപ്പാട് നോക്കുമ്പോൾ മാങ്കൂട്ടം എന്തെങ്കിലും സത്യം വിളിച്ച് പറയുമെന്നുള്ളൊരു പേടിയാണ് ഷാഫി പറമ്പിലുള്ളതെന്ന് വിചാരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന് എന്തായാലും തുറങ്കിൽ അടയ്ക്കാൻ തന്നെ വേണം. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതുകൊണ്ട് മാത്രം കാര്യമില്ല, തുറങ്കിൽ അടയ്ക്കണം.